ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിവാഹാലോചന സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഒരാളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, സാലറി സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി, പിന്നെ അല്ലെങ്കിൽ സർക്കാർ ജോലിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരു വിവാഹ ബന്ധം അന്വേഷിക്കുന്നത്. ഒരു കണക്കിന് പറയുമ്പോൾ ഇവയൊക്കെ ഒരു കുടുംബജീവിതത്തിന് ആവശ്യ ഘടകങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം സൗന്ദര്യം എന്ന് പറയുന്നത് മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം നൽകുന്നുണ്ടെങ്കിലും, ഒരു കുടുംബ ജീവിതത്തിന് അടിസ്ഥാനപരമായി ഇവയൊക്കെ തന്നെയാണോ വേണ്ടത് എന്നതിനെ കുറിച്ച് ശരിക്കും വിവാഹിതരാകാൻ പോകുന്നവരും അതോടൊപ്പം തന്നെ മുതിർന്ന മക്കളുള്ള മാതാപിതാക്കളും ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അമിതമായ പ്രാധാന്യം നൽകി വിവാഹിതരായി അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിസ്സഹായതയിലുമൊക്കെ അല്ലെങ്കിൽ നിരാശയിലുമൊക്കെ കഴിയുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ രീതി തന്നെയാണോ നമ്മളൊരു പാർട്ണറെ കണ്ടെത്താൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എഴുതുക കമൻ്റായി തന്നെ. അതൊരു പക്ഷേ മറ്റൊരാൾക്ക് ഒരു വെളിച്ചം നൽകിയേക്കാം. അങ്ങനെ ഒരു നല്ല പാർട്ണറെ കണ്ടെത്താൻ അവർക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു ഹാപ്പി കപ്പിളായിട്ട് അവർക്ക് മാറാനും സാധിക്കട്ടെ. താങ്ക് യു.